ഒരു ഐഡിയയിൽ ഈ ചോദ്യത്തിന് എങ്ങനെ മറികടക്കും? നരസിംഹം സിനിമയിൽ മോഹൻലാലും കൂട്ടുകാരിങ്ങനെ വരുന്നു, ജഡ്ജി വന്ന ഉത്തരം കൊടുക്കുകയും ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വാഴ കോലിട്ട് കുത്തി ഉത്തരം ഉത്തരിപ്പിക്കുക. ഈ ലോകം മുഴുവൻ നിനക്ക് ആരാധകർ അതെന്നൊക്കെ പറയാനും എൻ്റെ മോന് ആരുണ്ടാവും ഈ കുടുംബത്തിൽ? അതൊരു അലാമിങ് ക്വസ്റ്റ്യൻ ആണ്. ഐ വാസ് ഇൻ ലവ് വൺസ്, സോ ഐ നോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എന്നോട് നമുക്കൊക്കെ ഒരു ഊണ് തരണ്ടേ എന്ന് ചോദിച്ചിട്ടുള്ളവരൊക്കെ എന്നോട് ഒട്ടും താല്പര്യമില്ലാത്തവരാണ്. നമസ്കാരം. 30 ദിവസങ്ങൾക്ക് ശേഷം 30ലേക്ക് കിടക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ് കല്യാണമൊന്നും ആയില്ല. ബ്രോയുടെ അതേ അവസ്ഥയിലാണ് ഞാൻ. കേരളത്തിലുള്ള മുഴുവൻ ചെറുപ്പക്കാരെ, സിംഗിൾ ആയിട്ടുള്ള ചെറുപ്പക്കാരെ അഭിമുഖീകരിച്ചുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. സാറിൻ്റെ അല്ലെ ബ്രോയുടെ ഒരു ഐഡിയയിൽ ഈ ചോദ്യത്തിന് എങ്ങനെ മറികടക്കാം? ഭൗതികപരമായി നരസിംഹം സിനിമയിൽ മോഹൻലാലും കൂട്ടുകാരിങ്ങനെ വരുന്നു, ജഡ്ജി വന്നിട്ടുണ്ട്. അപ്പൻ കുറേ കാലങ്ങൾക്ക് ശേഷം താമസിക്കാൻ വരുന്നു. മോഹൻലാൽ ഇങ്ങനെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക, അമ്മ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുന്നു. ഒരു കൂട്ടുകാരൻ വന്നിട്ട് ജഡ്ജി അദ്ദേഹം വിളിക്കുന്നു. എനിക്ക് അതാ മുഖത്ത് നോക്കാതെ പേടിയാണ്. മോഹൻലാൽ അതിന് എൻ്റെ കയ്യിൽ ട്രിക്കുണ്ട്, മുഖത്ത് നോക്കുകയേ ചെയ്യരുത്, ഉത്തരം കൊടുക്കുകയേ ചെയ്യരുത്. അത് നിങ്ങൾക്ക് വാഴ കോലിട്ട് കുത്തി ഉത്തരം ഉത്തരിപ്പിക്കുക, ഉത്തരം പറയിപ്പിക്കാൻ പറ്റുമോ? പിന്നെ എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ 36-ലാണ് നിൽക്കുന്നത്. ഒരു മാട്രിമോണിയൽ സൈറ്റിൽ എൻ്റെ അഡ്രസ്സൊക്കെ ഉണ്ട്. പേര് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടില്ല. പിന്നെ അത് ട്രോളാം. ഇട്ടിരിക്കുന്നത് ഞാനും അല്ല, എൻ്റെ ഏട്ടത്തിമാരാണ്, ചേട്ടന്മാരാണ്. കാരണം ഞങ്ങളിതിനിടയ്ക്ക് നിന്നെ ഒരാളെ കാണി, എനിക്ക് എന്തിനു തോന്നിയാൽ ആ വഴിയോട് പോകാലോ, ഒന്നിനും നിർബന്ധിക്കുന്നില്ല. അപ്പൻ്റെ അമ്മയുടെ കൺസേൺ, അവരുടെ ഇടയ്ക്കുള്ള ഭയം. ആ വീട്ടിൽ ഞങ്ങൾ കടന്നുപോയാൽ നിനക്കാരുണ്ട്? എൻ്റെ 2 ചേട്ടന്മാർ ഓസ്ട്രേലിയയിലാണ്. അവർ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് ആണ്. ഈ ലോകം മുഴുവൻ നിനക്ക് ആരാധകർ അതെന്നൊക്കെ പറയാനും എൻ്റെ മോന് ആരുണ്ടാവും ഈ കുടുംബത്തിൽ? അതൊരു അലാമിങ് ക്വസ്റ്റ്യൻ ആണ്. എന്നെ സ്നേഹിക്കാൻ മനുഷ്യരുണ്ട്, എന്നോട് സെൽഫി എടുക്കാൻ മനുഷ്യരുണ്ട്, ചേട്ടൻ്റെ വീഡിയോ കാണാറെന്ന് പറയും. ബട്ട് എൻ്റെ റൂമിൽ 2 നിലയുള്ള വീട്ടിൽ ഒരു ടോക്ക് കഴിഞ്ഞിങ്ങനെ കയറുമ്പോൾ ഞാൻ താക്കോൽ തുറന്ന് കയറുന്നതും അമ്മ എനിക്ക് വാതിൽ തുറന്നു തരും. 2 ഡിഫറെൻറ്റ് തിങ്സ്. അതർവൈസ് ഐ എം എ ഹാപ്പി പേഴ്സൺ. ഞാൻ വളരെ മീനിങ് ഫുൾ ആയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ. എൻ്റെ ജീവിതം ഇങ്ങനെ ഞാൻ ഓടി നടന്ന് ക്ലാസ്സിലെടുക്കുന്നു, പുസ്തകം എഴുതുന്നു, കുറേ തമാശ പറയും, ചിരിപ്പിക്കും, നൈസായിട്ട് സൈഡിൽ കൂടെ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകും. അത്ര എനിക്ക് ഉദ്ദേശമുള്ളൂ. ഐ വാസ് ഇൻ ലവ് വൺസ്, സോ ഐ നോ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. പക്ഷെ ഇപ്പം നമ്മളെത്തിരിക്കുന്ന ഒരു സംഭവം, ഞാനിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. എന്നോട് പിന്നെ ആളുകൾ ചോദിക്കാറില്ല. എന്നോട് നമുക്കൊക്കെ ഒരു ഊണ് തരണ്ടേ എന്ന് ചോദിച്ചിട്ടുള്ളവരൊക്കെ എന്നോട് ഒട്ടും താല്പര്യമില്ലാത്തവരാണ്. പ്രത്യേകിച്ച് ഡയലോഗത്തുള്ളവർ. ഒരു ഊണ് തരണ്ടേ ചേച്ചി, വാ നമുക്ക് ഹോട്ടലിലേക്ക് ഇപ്പോൾ പോവാം എന്നൊരു, അതൊരു കാഷ്വൽ റിമാർക്കാണ്. ഞാൻ എന്ത്, എൻ്റെ ജീവിതം എന്ത്, എന്നാൽ എടാ നീ എന്താടാ കല്യാണം, എനിക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ ഉള്ളിൽ, അങ്ങനെ ചോദിച്ചൊരു മനുഷ്യൻ പോലും ഇല്ല. അപ്പം അതൊക്കെ ആയിട്ടാ ഒരു ഊണൊക്കെ താ, ഞങ്ങളൊക്കെ വിളിക്കുക. അതെന്ത് ഇത് കെട്ടാത്ത നീ, പ്രശ്നം വല്ലതും ഉണ്ടോ? എന്തൊക്കെ ചോദ്യങ്ങളാണ്, ഗുരുതരമായ പ്രശ്നമാണ്. ഉത്തരം കൊടുക്കാതിരിക്കലാണ്. പിന്നെ ചില മനുഷ്യർക്ക് ഉത്തരം ഡിസർവ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ ഗുരുവായ മനുഷ്യൻ്റെ ചോദിക്കുകയാണ്, കുണ്ടുവളച്ചും ചോദിക്കണം, മോനെ അപ്പനമ്മയ്ക്കും പ്രായം വരുമോ, നീ ചിന്തിക്കുന്നുണ്ടോ ഇതിനെക്കുറിച്ച്? ദാറ്റ് മാൻ ഡിസർവ് ആൻ ആൻസർ. ഹി ലവ്സ് മീ. ഒരു റാൻഡം മനുഷ്യൻ എന്നോട് സാറിന് കേട്ടാത്തേ ഇത്രയുള്ളൂ. ഞാൻ അതിനകത്ത് ഉത്തരം കൊടുക്കാറില്ല. പിന്നെ എന്തിനാണ് ഞാൻ നിനക്ക് ഉത്തരം തന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആർക്ക് ഉത്തരം കൊടുക്കാതിരിക്കുന്നതാണല്ലോ.